ജോർദാന്, ഒമാൻ, UAE, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ ദേശീയ മൃഗമായിട്ടുള്ള അറേബ്യൻ ഓറിക്സ് എന്ന് പറയുന്ന നമ്മുടെ കൃഷ്ണമൃഗത്തിൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു മൃഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് ഇതൊന്നും വ്യക്തമാവില്ല ഇത് എന്താണ് സംഭവം എന്ന്. കാരണം ചിലപ്പോൾ ചില ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ആടുകളുടെ, ചിലത് ഭാഗത്ത് നിന്ന് ഒരു മാനുകളുടെ രൂപം. ഏതായാലും ഇതാണ് അറേബ്യൻ ഓറിക്സ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം മൃഗമാണ്. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഇയാളിപ്പോൾ ചരിത്രമൊക്കെ വിട്ടിട്ട് ഇനി മൃഗങ്ങളുടെ പിന്നാലെയാണോ? അല്ല, ഞാൻ സത്യത്തിൽ ഉംറക്കാരെയുമായിട്ട് നവംബർ ബാച്ചിനായിട്ടുള്ള മക്കയിലാണുള്ളത്. അപ്പോൾ നമുക്കറിയാം രാവിലെ വൈകുന്നേരം ഫുൾ ടൈം ഇബാദത്തിലായിട്ട് ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. 15 ദിവസത്തെ പാക്കേജാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു മനുഷ്യ സഹജമായിട്ടുള്ളൊരു മടുപ്പൊക്കെ വരുന്നതിന് ഇടയ്ക്ക് ഒന്ന് ഒരു മൂഡ് മാറ്റാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇതേപോലെ ചെറിയ മൃഗശാലകളോ അല്ലെങ്കിൽ മസ്റാകളൊക്കെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പൊതുവേ ചെയ്യാറുള്ളൊരു സംഭവം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹുദൈബിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് ഇഹ്റാമൊക്കെ ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു തോട്ടത്തിൽ കയറിയതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അപ്പോൾ ഒട്ടകങ്ങളുണ്ട്. നമ്മളങ്ങനെ ഒട്ടകപ്പാലൊക്കെ കറക്കുന്നതും അത് കുടിക്കുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ കുതിരകൾക്കും ഒട്ടകങ്ങൾക്കും ഇടയിലാണ് ഈ ഒരു